നമസ്കാരം, ഞാൻ റഫ്ന. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. അറബ് പാർലമെന്റിന്റെ പരമോന്നത ബഹുമതി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്ക് സമ്മാനിച്ചു. അറബ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് അൽ യമാഹി സക്കീർ കൊട്ടാരത്തിലെത്തി. അറബ് ഉച്ചകോടിയുടെ നിലവിലെ ചെയർമാൻ കൂടിയായ ഹമദ് രാജാവിന് ലീഡർ മെഡൽ സമ്മാനിച്ചു. അറബ് താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള യോജിച്ച പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന ഹമദ് രാജാവിന്റെ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണിത്. 26ാമത് ഗൾഫ് കിരീടം നേടിയ ബഹ്റൈൻ ദേശീയ ഫുട്ബോൾ ടീമിന് അൽ യമാഹി ആശംസകൾ അറിയിച്ചു. രാജ്യവും ജനങ്ങളും ഹമദ് രാജാവിന്റെ മഹനീയ നേതൃത്വത്തിൽ പുരോഗതിയും കൂടുതൽ നേട്ടങ്ങളും കൈവരിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട അൽ യമാഹിയെ രാജാവ് അഭിനന്ദിച്ചു. അറബ് രാഷ്ട്രങ്ങളുമായുള്ള ബഹ്റൈന്റെ ശക്തവും ചരിത്രപരവുമായ ബന്ധത്തിൽ ഹമദ് രാജാവ് അഭിമാനം പ്രകടിപ്പിച്ചു. പൊതുലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അറബ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര ഫോറങ്ങളിൽ പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ശക്തമായി മുന്നോട്ടു പോകുന്ന അറബ് പാർലമെന്റിന്റെ പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. അറബ് പാർലമെന്ററി പ്രവർത്തനങ്ങൾക്ക് ബഹ്റൈൻ നൽകുന്ന പിന്തുണയ്ക്ക് അൽ യമാഹി രാജാവിന് നന്ദി പറഞ്ഞു. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി 2024 ഡിസംബർ 29 മുതൽ 2025 ജനുവരി 4 വരെ 360 പരിശോധനകൾ നടത്തി. പരിശോധനയിൽ 20 നിയമലംഘകരെയും ക്രമരഹിത തൊഴിലാളികളെയും കസ്റ്റഡിയിലെടുത്തു. കൂടാതെ 77 നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെയും ബഹ്റൈൻ രാജ്യത്തെ റെസിഡൻസി നിയമങ്ങളുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു. LMRA 350 പരിശോധനകൾ ബഹ്റൈനിലെ വിവിധ ഗവർണറേറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നടത്തി. 10 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ, മുഹറഖ് ഗവർണറേറ്റിൽ, സൗത്ത് ഗവർണറേറ്റിൽ, നോർത്ത് ഗവർണറേറ്റിൽ എന്നിവയിലും പരിശോധനകൾ നടന്നു. വിവിധ സർക്കാർ ഏജൻസികളായ നാഷണാലിറ്റി, പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് ഗവർണറേറ്റുകളുടെ പോലീസ് ഡയറക്ടറേറ്റുകൾ, ക്രൈം ഡിറ്റക്ഷൻ, ഫോറൻസിക് എവിഡൻസ് ജനറൽ ഡയറക്ടറേറ്റ് പരിശോധനയിൽ പങ്കെടുത്തു. LMRA എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കാൻ സർക്കാർ ഏജൻസികളുമായി സംയുക്തമായി പ്രവർത്തനങ്ങൾ തുടരുന്നുവെന്ന് പറഞ്ഞു. പൗരന്മാരും സംരംഭകരും അനധികൃത തൊഴിലാളിത്തം തടയുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകണമെന്നും LMRA ആവർത്തിച്ചാവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി അറബ് പാർലമെന്റ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും സംഘടനകളും തമ്മിലുള്ള സഹകരണവും അറബ് മേഖലയിൽ നിലനിൽക്കുന്ന പ്രാധാന്യമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു. അറബ് രാജ്യങ്ങളുടെ വികസനത്തിനും സമാധാനത്തിനും സഹകരണം ശക്തമാക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തു. കൂടാതെ പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന ആസൂത്രിത സംരക്ഷണ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, സാമൂഹിക സുരക്ഷ എന്നിവയും ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ട്. ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അറബ് ലോകത്തിന് രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. ഈ ചർച്ചകൾ അറബ് ലോകത്തിന്റെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സഹകരണത്തിനും സമാധാനത്തിനും മികവാർന്ന വഴികൾ ഒരുക്കുമെന്നാണ് പ്രതീക്ഷ. ബഹ്റൈനിലെ പ്രവാസി മലയാളികളായ അമ്മമാർക്കും അവരുടെ 5 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുമായി ബഹ്റൈൻ കേരളീയ സമാജം വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വൗ മോം എന്ന വിനോദാധിഷ്ഠിത കലാവൈജ്ഞാനിക മത്സരത്തിന് നാളെ ജനുവരി 9 വ്യാഴാഴ്ച തുടക്കമാകും. രാത്രി 8 മണിക്ക് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ രംഗാവിഷ്കാരത്തോടെ ആരംഭിക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം മുൻ നിയമസഭാംഗവും ഔഷധി ചെയർപേഴ്സണുമായ ശോഭന ജോർജ് നിർവഹിക്കും. അമ്മമാരുടെയും കുട്ടികളുടെയും ഹൃദയബന്ധവും സ്നേഹബന്ധവും ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ സർഗാത്മകവും ക്രിയാത്മകവുമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് മത്സര പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സമാജം വനിതാവേദി പ്രസിഡന്റ് മോഹിനി തോമസും സെക്രട്ടറി ജയരവികുമാറും അറിയിച്ചു. ജനുവരി 11, 16, 23, 25, 31 തീയതികളിൽ വിവിധ റൗണ്ടുകളായാണ് മത്സരം. ഓരോ റൗണ്ടിലും കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ 3 സ്ഥാനക്കാരെ നിർണ്ണയിക്കുന്നതിനൊപ്പം പ്രേക്ഷക വോട്ടെടുപ്പിലൂടെ മികച്ച ജനപ്രിയ അമ്മയെ തിരഞ്ഞെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ജനുവരി 31 രാത്രി 8 മണിക്ക് ഗ്രാൻഡ് ഫിനാലെയിൽ വിജയികളുടെ കിരീടാധരണവും സമ്മാന വിതരണവും നടക്കും. ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരവും എഴുത്തുകാരിയുമായ ഗായത്രി അരുൺ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മത്സരത്തിന് മുന്നോടിയായി പങ്കെടുക്കുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ആശയങ്ങളും നൽകുന്നതിനായി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരുടെ നേതൃത്വത്തിൽ പരിശീലനവും സംഘടിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ശ്രീമതി നിമ്മി റോഷൻ 3205 2047, ശ്രീമതി വിജിന സന്തോഷ് 3911 522. BMC ന്യൂസിൽ ഇടവേള.
skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഒരാളെ ആന തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെറിഞ്ഞു. ഭയന്നോടിയ 27 പേർക്ക് പരുക്കേറ്റു. 3/4 മണിക്കൂറിന് ശേഷം ആനയെ തളച്ചു. രാത്രി 1 മണിക്കാണ് സംഭവം. 1:45ഓടെയാണ് ആനയെ തളച്ചത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ആന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെറിഞ്ഞയാൾ ഗുരുതരമായി പരിക്കേറ്റ് കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. മറ്റൊരാൾക്ക് വാരിയെല്ലിനാണ് പരിക്കേറ്റത്. ഇയാൾ തിരൂരിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേർച്ചയുടെ സമാപന ദിവസമായ ബുധനാഴ്ച പെട്ടിവരവ് ജാറത്തിന് മുമ്പിലെത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത് കണ്ട് ഓടിയതിനിടെയാണ് 27ഓളം പേർക്ക് പരുക്കേറ്റത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ ശേഷം മടങ്ങി. 4 ദിവസമായാണ് ആണ്ട് നേർച്ച നടക്കുന്നത്. നിയമങ്ങൾക്ക് അനുസൃതമായാണ് ആനയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. 8ഓളം ആനകളാണ് പങ്കെടുത്തത്. ആനയെ തളച്ചതോടെ വലിയ അപകടം ഒഴിവായി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ സ്വർണ്ണക്കപ്പ് തൃശൂരേക്ക്. 1008 പോയിന്റ് നേടിയാണ് തൃശൂരിന്റെ സുവർണ നേട്ടം. കേവലം 1 പോയിന്റ് വ്യത്യാസത്തിലാണ് പാലക്കാടിന് 1ാം സ്ഥാനം നഷ്ടമായത്. 1007 പോയിന്റാണ് പാലക്കാടിന് ലഭിച്ചത്. 1003 പോയിന്റ് നേടിയ കണ്ണൂരാണ് 3ാം സ്ഥാനത്ത്. 26 വർഷത്തിന് ശേഷമാണ് കലയുടെ പൊൻ കിരീടം തൃശൂരിലേക്ക് എത്തുന്നത്. 1994, 1996, 1999 വർഷങ്ങളിലാണ് തൃശൂരിന് കപ്പ് ലഭിച്ചിട്ടുള്ളത്. സ്കൂളുകളുടെ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാമത്. 12ാം തവണയാണ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നേട്ടം കൊയ്യുന്നത്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. ഇത്തവണ 25 വേദികളിലായാണ് കലയുടെ അരങ്ങുണർന്നത്. എല്ലാ തവണയും കേൾക്കുന്ന വിധി നിർണയത്തിലെ പരാതികളും ആരോപണങ്ങളും വളരെ വിരളമായ കലോത്സവത്തിനാണ് തിരശീല വീഴുന്നത്. ഊരുകളിൽ മാത്രം അവതരിപ്പിച്ചിരുന്ന മംഗലം കളി, മലപ്പുലയാട്ടം, പളിയ നൃത്തം, പണിയ നൃത്തം എന്നിവയെല്ലാം ഇത്തവണ അരങ്ങിലെത്തിയിരുന്നു. മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സമാപന സമ്മേളനം നടന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പും മാധ്യമ പുരസ്കാരങ്ങളും മന്ത്രി V ശിവൻകുട്ടി സമ്മാനിച്ചു. സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചിറയിൻകീഴ് ശ്രീകണ്ഠൻ നായരെയും 2 പതിറ്റാണ്ടായി കലോത്സവ പാചകത്തിന് നേതൃത്വം നൽകുന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയെയും ആദരിച്ചു. മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമാ താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും മുഖ്യാതിഥികളായിരുന്നു. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാള വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.